മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കും CMRL-ഉം തമ്മിൽ ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ ലഭിച്ചെന്ന് SFIO. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നാണ് കണ്ടെത്തൽ. തെളിവ് ശേഖരണം ഇന്നും തുടരും. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് SFIOയുടെ കണ്ടെത്തൽ? വേണു, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം അത് ഈ CMRL ഏറെക്കുറെ പൂർത്തിയായി എന്നാണ് അനുമാനിക്കുന്നത്. കാരണം 6 ഉദ്യോഗസ്ഥരെത്തിയതിൽ 4 പേർ മടങ്ങിയിട്ടുണ്ട്, 2 പേർ ഇപ്പോഴും ഇവിടെ തുടരുന്നു. അവർ ഇന്നത്തെ നടപടികൾ പൂർത്തിയാക്കി കൊച്ചിയിൽ നിന്നും മടങ്ങും എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. അതേസമയം ഇവർ ശേഖരിച്ച ചില വിവരങ്ങളുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചട്ടവിരുദ്ധമായാണ് പല സാമ്പത്തിക ഇടപാടുകളും നടന്നതെന്ന് രേഖകൾ തെളിയിക്കുന്നു എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട്. സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകി എന്ന കണ്ടെത്തലും ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തിയിട്ടുണ്ട്. അതേസമയം ഈ കമ്പനിയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്നും അവരുടെ ഓഫീസുകളിൽ പരിശോധന നടത്തും. ഈ സ്വീകരിച്ചവരിൽ നിന്നും വിശദാംശങ്ങൾ തേടും, മൊഴിയെടുക്കും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. CMRL ഓഹരി പങ്കാളിത്തമുള്ള KCDC അധികൃതരിൽ നിന്നും വിവരം ശേഖരിക്കാനുള്ള നീക്കവും ഇപ്പോൾ നടത്തുന്നുണ്ട് SFIO. അതായത് പ്രാഥമികമായ തെളിവെടുപ്പ് അത് CMRL-ൽ നടന്നു. അതായത് അവിടെ അവസാനിക്കുന്നില്ല കാര്യങ്ങൾ. തുടർന്നുള്ള ദിവസങ്ങളിൽ KCDC, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങൾ, CMRL-ൽ നിന്നും സഹായം സ്വീകരിച്ച വ്യക്തികൾ, അവരുടെ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ SFIO സംഘം എത്തും എന്നാണ് അനുമാനിക്കേണ്ടത്. ഇനി അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മുഖ്യമന്ത്രിയുടെ മകൾക്ക് എപ്പോൾ നോട്ടീസ് നൽകും എന്നുള്ള കാര്യം. അത് ഇപ്പോൾ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ അത് ക്രോഡീകരിച്ച് അത് പഠിച്ച ശേഷമായിരിക്കും, വിലയിരുത്തിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്ക് നോട്ടീസ് നൽകാൻ പോകുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് CMRL-ന്റെ ഭാഗത്തു നിന്ന് ചട്ടവിരുദ്ധമായ ഇടപെടലുകൾ ഉണ്ടായി എന്നും SFIOയുടെ പരിശോധനയിൽ വെളിവായിട്ടുണ്ടല്ലോ. അത് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണോ? ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അത് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല SFIO. അതായത് അവർ ഇന്നലെ ഇൻകം ടാക്സ് ഓഫീസിൽ എത്തി രേഖകൾ കളക്ട് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ CMRL ഏതൊക്കെ കമ്പനികൾക്ക് എത്രയധികം പണം നൽകിയിട്ടുണ്ട് എന്നതടക്കം അവരുടെ ഇടപാടുകൾ, അവർക്ക് വന്ന വരുമാനം, അതോടൊപ്പം തന്നെ അവരുടെ ചിലവ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ ചില വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരുന്നു. അത് ഈ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിനാൽ തന്നെ അവരത് ഈ നിമിഷം ഈ സമയത്ത് അത് പുറത്തേക്ക് കൂടുതലായി വന്നിട്ടില്ല. കിട്ടുന്ന വിവരമനുസരിച്ച് ചട്ടവിരുദ്ധമായ പല ഇടപാടുകളും CMRL-ഉം ചില വ്യക്തികളും ചില സംഘടനകളും ഒക്കെ തമ്മിൽ നടന്നിട്ടുണ്ട് എന്നതാണ് പുറത്തേക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ കൂടുതൽ ആഴത്തിലുള്ള വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയും CMRL-ഉം തമ്മിൽ ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും പണം സംബന്ധിച്ച് നൽകിയ പണം സംബന്ധിച്ച കണക്കുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. പലർക്കും പണം കറൻസിയായി നൽകിയത് സെബി ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നുമാണ് SFIOയുടെ കണ്ടെത്തൽ. വിവരശേഖരണവും തെളിവ് ശേഖരണവും SFIO തുടരും.